മാണിക്യമഴ. ഒരിക്കൽ ഒരു ഗുരുവും ശിഷ്യനും കാട്ടിലൂടെ അയൽ ഗ്രാമത്തിലേക്ക് പോവുകയായിരുന്നു. ഗുരു നോക്കൂ, അതാ അവിടെ ആരോ. അടുത്ത നിമിഷം, നിൽക്കവിടെ, കയ്യിലുള്ളതൊക്കെ വേഗം എടുക്ക്. കൊള്ളക്കാർ, ഞങ്ങളുടെ കയ്യിൽ പണമൊന്നും ഇല്ലേ. എങ്കിൽ ഇവനോട് പോയി എടുത്തുകൊണ്ട് വരാൻ പറയടോ. കൊള്ളക്കാർ ഗുരുവിനെ മരത്തിൽ കെട്ടിയിട്ടു. അമ്മോ, വേഗം പോയി 1000 സ്വർണ്ണ നാണയം കൊണ്ടുപോ, അല്ലെങ്കിൽ ഇയാളെ ഞങ്ങൾ തട്ടിക്കളയും. ഞാൻ വേഗം തിരിച്ചെത്താം. മാണിക്യമന്ത്രം മാത്രമേ ഉമാർക്ക് പറഞ്ഞു കൊടുക്കരുതേ. ആകാശത്തെ ഗ്രഹങ്ങൾ അനുകൂല സ്ഥാനത്ത് നിൽക്കുമ്പോൾ ഗുരു ആ മന്ത്രം ചൊല്ലിയാൽ രത്നമഴ പെയ്യും. ഓജകമടിച്ചു നിൽക്കാതെ വേഗം ചൊല്ലടോ. ഞാൻ 2 ദിവസത്തിനകം മടങ്ങി വരും. അന്നു രാത്രി. അയ്യോ, ശിഷ്യൻ സ്വർണവുമായി വന്നാലേ രക്ഷപ്പെടാൻ പറ്റൂ. വൈകാതെ. ആകാശത്തെ ഗ്രഹങ്ങൾ അനുകൂല സ്ഥാനത്ത് ഇപ്പോഴെത്തും. മാണിക്യമന്ത്രത്തെ പറ്റി കള്ളന്മാരോട് പറഞ്ഞാലോ? കള്ളന്മാരെ, മന്ത്രത്തിന്റെ കാര്യം അറിയിക്കരുതെന്നാ ശിഷ്യൻ പറഞ്ഞത്. പക്ഷേ രക്ഷപ്പെടാൻ മറ്റു വഴിയില്ല. കൊള്ളതലവാ, ഇങ്ങടുത്തു വരൂ, ഒരു കാര്യം പറയട്ടെ. ഞാൻ മന്ത്രം ചൊല്ലി രത്നമഴ പെയ്യിക്കാം. എന്നെ വെറുതെ വിടുമോ? രത്നമഴയോ? തനിക്ക് വട്ടുപിടിച്ചോ? ഞാൻ പറഞ്ഞത് സത്യമാണ്. എനിക്ക് മാണിക്യമന്ത്രം അറിയാം. നേരാണോടോ? ആകാശത്തെ ഗ്രഹങ്ങൾ അല്പസമയത്തിനുള്ളിൽ അനുകൂല സ്ഥാനങ്ങളിലെത്തും. അപ്പോൾ മന്ത്രം ചൊല്ലിയാൽ രത്നമഴ ഉറപ്പ്. എങ്കിൽ അതൊന്ന് കാണട്ടെ. അതെ, കുളിച്ചിട്ട് പുതിയ വസ്ത്രങ്ങൾ ധരിച്ചിട്ട് വേണം എനിക്ക് മന്ത്രം ചൊല്ലാൻ. അതിന് തന്നെ അഴിച്ചുവിടാം, പക്ഷെ ഞങ്ങളെ കളിപ്പിക്കാൻ നോക്കിയാൽ കൊന്നുകളയും. ഗുരു നദിയിൽ കുളിച്ച് വസ്ത്രം മാറി മന്ത്രം ചൊല്ലി തുടങ്ങി. ഇയാൾ പറഞ്ഞതുപോലെ നടക്കുമോ കൂട്ടരെ? നടന്നാൽ ഇയാൾക്ക് കൊള്ളാം. മാണിക്യമന്ത്രം ചൊല്ലിക്കഴിഞ്ഞതും ഹോയ് ഹോയ്, മുകളിൽ നിന്ന് രത്നങ്ങൾ വീഴുന്നു. എല്ലാം പൊറുക്കിയെടുത്ത് ചാക്കിലാക്കടാ. ശിഷ്യന്റെ വാക്കുകൾ കേൾക്കാതിരുന്നത് നന്നായി. തോനൊരു ദിവ്യനാണല്ലോ, വേഗം സ്ഥലം വിട്ടോ. വൈകാതെ. ഇത് വിശാസ്ത്രമാണ്, ആരും മെനങ്ങരുത്. ആ രത്നങ്ങൾ മുഴുവൻ ഞങ്ങൾക്ക് വേണം. എല്ലാത്തിനെയും പിടിച്ചു കെട്ട്. രത്നങ്ങൾക്കാണെങ്കിൽ ഞങ്ങളെ പിടിച്ചു കെട്ടണ്ട. ഈ ഗുരു നിങ്ങൾക്ക് രത്നമഴ തന്നെ വേയിച്ചു തരും. കളിയാക്കുന്നോടാ കള്ളത്തമ്മാടി. ഞാൻ വെറുതെ പറഞ്ഞതല്ല, ഇയാൾ രത്നമഴ വേയിച്ചതേ ഉള്ളൂ. ഇയാൾക്ക് അതിനുള്ള മന്ത്രം അറിയാം. എങ്കിൽ നീ പോയിക്കോ, ഞാൻ ഇയാളെ കൊണ്ട് രത്നങ്ങളുടെ പെരുമഴ പെയ്യിച്ചോളാം. അയാൾ ഗുരുവിനെ പിടികൂടി. കേളവാ, മന്ത്രം ചൊല്ലി രത്നമഴ പെയ്യട്ടെ. മന്ത്രം ചൊല്ലാം, പക്ഷേ എന്താണടോ ഒരു പക്ഷേ? വർഷത്തിൽ ഒരിക്കൽ മാത്രമേ മന്ത്രം ചൊല്ലി രത്നമഴ പെയ്യിക്കാൻ പറ്റൂ. പാറ്റിക്കാൻ നോക്കുന്നു, നിന്റെ കഥ ഞാൻ കഴിക്കും. എന്നെ ഒന്നും ചെയ്യരുതേ, ഞാൻ പറയുന്നത് സത്യമാണേ. തന്റെ വില ഞങ്ങളോട് വേണ്ട, ചൊല്ലടോ മന്ത്രം. അയ്യോ, രക്ഷിക്കണേ. ആ ശിഷ്യൻ പറഞ്ഞത് അനുസരിച്ചാൽ മതിയായിരുന്നു. ഇയാളുടെ കാറ്റുപോയി, നമുക്ക് മറ്റവരെ പിടിക്കണം. വേഗം വാ. നില്ലടാ അവിടെ. ഇനിയും നിങ്ങളെന്തിനാ ഞങ്ങളുടെ പുറകെ വരുന്നത്? 2 കൊള്ള സംഘങ്ങളും തമ്മിൽ ശക്തമായി ഏറ്റുമുട്ടി. രത്നങ്ങൾ ഉപേക്ഷിച്ച് ആദ്യ സംഘം രക്ഷപ്പെട്ടു. രത്നങ്ങളെല്ലാം ഇനി എനിക്ക് സ്വന്തം. രത്നങ്ങൾ എനിക്ക് വേണം. ഇങ്ങ് തോടോ ഇത്. എനിക്ക് വേണം. അടുത്ത നിമിഷം, അതോ അവൻ രത്നങ്ങളുമായി പോയിരുന്നു. പിടിയവനെ. അയാളാ കിട്ടിപ്പോയി. ഇതെനിക്ക് വേണം. ഒന്ന് പോടോ, ഇത് ഞാൻ എടുക്കും. അവർ അടിപിടിയായി. ഇനി നമ്മൾ മാത്രമേ ഉള്ളൂ വഴക്കു നിർത്താൻ. ശരി, നമുക്കിത് പങ്കുവയ്ക്കാം. അവർ രത്നച്ചാക്ക് ഒരു മരപ്പൊത്തിൽ ഒളിപ്പിച്ചു. എന്തൊരു വിശപ്പ്, വല്ലതും തിന്നാൻ കിട്ടുമോ എന്ന് നോക്കട്ടെ. എങ്കിൽ നീ ചെല്ല്, ഞാനിവിടെ കാവൽ നിൽക്കാം. ശരി, ഞാൻ പോയി ഭക്ഷണവുമായി വരാം. വേഗം വരണേ. രത്നച്ചാക്ക് എങ്ങനെയെങ്കിലും സ്വന്തമാക്കണം. ആനെ ഒഴിവാക്കാൻ എന്താണ് ഒരു വഴി? ഒരു വഴിയുണ്ട്. ആ പാറയ്ക്കപ്പുറത്ത് മറിഞ്ഞിരുന്ന് അവൻ വരുമ്പോൾ കഥ കഴിക്കാം. വിശന്നിട്ട് വയ്യ, ഈ ഭക്ഷണം കുറെ എടുത്ത് കഴിക്കാം, ബാക്കി അവന് കൊടുക്കാം. ആ രത്നത്തിന്റെ പങ്ക് അവന് കൊടുക്കേണ്ട ഒരു കാര്യവുമില്ല. സൂത്രത്തിൽ അവന്റെ കഥ കഴിച്ചാലോ? ശരിയാണ്, അതിനു പറ്റിയ ഒരു വഴിയുണ്ട്. അയാൾ മറ്റേയാൾക്കുള്ള ഭക്ഷണത്തിൽ വിഷം കലർത്തി. ഇനി രത്നം മുഴുവൻ എനിക്ക്.
ഈ ഭക്ഷണം കഴിക്കുന്നതോടെ അവന്റെ കാര്യം തീരും. ഒന്നാമൻ രണ്ടാമനെ പുറകിൽ നിന്ന് കുത്തി വീഴ്ത്തി. ഹെഹേ, ഇനി രത്നം മുഴുവൻ എനിക്കെടുക്കാം. ശല്യങ്ങളൊക്കെ പോയി. ഇനി ഭക്ഷണം കഴിച്ച് വിശ്രമിക്കാം. വിഷം കലർന്ന ഭക്ഷണം കഴിച്ച ഒന്നാമൻ്റെയും കഥ കഴിഞ്ഞു. 2 ദിവസത്തിനു ശേഷം മടങ്ങിയെത്തിയ ശിഷ്യൻ ആ കാഴ്ചകളാണ് കണ്ടത്. അർഹതയില്ലാത്തവർക്കായി സ്വന്തം അറിവ് പ്രയോഗിച്ച ഗുരു ആപത്തിൽപ്പെട്ടു. ഞാൻ പറഞ്ഞത് അനുസരിച്ചിരുന്നെങ്കിൽ ഒരു കുഴപ്പവും വരില്ലായിരുന്നു. അഹങ്കാരത്തിന്റെ ഫലം. വാരണസിയിലെ ഉത്സവത്തിന് ഒരു ചെണ്ടക്കാരനും മകനുമാണ് ചെണ്ട കൊട്ടിയത്. ചെണ്ടക്കാരന്റെ മകൻ കൊള്ളാമല്ലോ. ശരിയാ. ഉത്സവം കഴിഞ്ഞപ്പോൾ ഇത് കുറച്ച് പൊന്നാണയങ്ങളാണ്, എടുത്തോളൂ. ഈ പണക്കിഴി വെച്ചോളൂ. മകന്റെ ചെണ്ടക്കൊട്ട് അസലായി. ഈ തുണിക്കെട്ട് നിങ്ങൾക്കുള്ളത് അടുത്ത കൊല്ലം വരണേ. ഉത്സവം ഗംഭീരമായിരുന്നു അല്ലേ അച്ഛാ? മോന്റെ ചെണ്ടക്കൊട്ടും കേമമായി. കാട്ടിലെ വഴിയിൽ ഡണ്ടം ഡണ്ടം. അച്ഛാ, ഈ നാളം എങ്ങനെയുണ്ട്? അയ്യോ വേണ്ട, ഇത് കൊള്ളക്കാരുടെ കാടാ, സൂക്ഷിക്കണം മോനെ. പടയോട്ടത്തിന്റെ വാദ്യമേളം മുഴക്കി കള്ളന്മാരെ ഞാൻ പേടിപ്പിക്കും. കള്ളന്മാർ ചെണ്ടക്കൊട്ട് കേട്ടു. രാജാവ് നായാട്ടിന് വരുന്ന നിന്റെ ചെണ്ടക്കൊട്ടാണോ? മോനെ മതി മതി, ഇത് പടയോട്ടത്തിന്റെ കൊട്ടല്ല. അച്ഛനൊന്ന് മിണ്ടാതിരിക്കോ. ഒരു കള്ളനും ഇങ്ങോട്ട് അടുക്കില്ലെന്നേ. ഈ സമയം ഇത് ഉത്സവ പറമ്പിലെ കൊട്ടുപോലുണ്ട്. ശരിയോ? ഉത്സവത്തിന് പോയ വേളക്കാർ കാശം കൊണ്ട് പോകുകയായിരിക്കും. എങ്കിൽ അവരെ നമുക്ക് കൊള്ളയടയ്ക്കാം. ചെണ്ടക്കാരുടെ അടുത്തേക്ക് കള്ളന്മാർ പാഞ്ഞെത്തി. കണ്ടോ, പൊന്നും പണവും കെട്ടുകെട്ടായുണ്ട്. കയ്യിലുള്ളതെല്ലാം ഇങ്ങോട്ടാടാ. ഇല്ലെങ്കിൽ രണ്ടിനെയും കഥ കഴിക്കും. ഇത് നിറയെ പണമാണല്ലോ. നിന്റെ അഹങ്കാരമാണ് ഈ ആപത്തിനെല്ലാം കാരണം. അച്ഛൻ പറഞ്ഞത് കേൾക്കാത്തതിന്റെ ശിക്ഷയാണിത്.